ഹലോ ഗൈസ്. ഇന്ന് നല്ലൊരു ഞായറാഴ്ചയായിട്ട് ഞങ്ങൾ നേരെ പള്ളിയിൽ പോയി കോളിച്ചെല്ലൂരിൽ 6:30 കുർബാന കേട്ടാ പോകുന്നത്. അപ്പൊ കുർബാന കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ. രാവിലെ 6:30 കുർബാനയ്ക്ക് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെളുപ്പിനെ ഇതുപോലെ ചെറിയ തണുപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. എന്ത് വേനൽക്കാലാണെങ്കിലും ഞങ്ങളുടെ നാട്ടിലെ പച്ചപ്പൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് നല്ല ഒരു മഞ്ഞ് ഉണ്ടായിരുന്നു ഗൈസ് അവിടെ. അപ്പൊ റാണിയൂരൊക്കെ പോയുള്ള അവസ്ഥ പറഞ്ഞു തരണ്ടല്ലോ. അതിനുശേഷം ഞങ്ങൾ നേരെ പള്ളി കഴിഞ്ഞിറങ്ങി ഞങ്ങൾ ഇനി പോകുന്നത് നമ്മൾ രാവിലെ തട്ടുകളിൽ ചായ കുടിക്കാൻ വേണ്ടി പോലെ എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് ഞങ്ങൾ ഒരു കാലത്ത് എപ്പോഴും ഈ തട്ടിൽ വരുകയായിരുന്നു. നല്ലൊരു വൈബ് സ്പോട്ടായിരുന്നു. ഡിമോണ്ട് ബാറ്ററി നമ്മളിപ്പോൾ എന്താണ് ഞങ്ങൾ പണ്ട് വൈബ് ഹൈവേ കൊണ്ടല്ലോ, മലയോര ഹൈവേ കൊണ്ടാണ് കഴിച്ചത്. ഞങ്ങൾ 10 രൂപയുടെ ചായ കുടിക്കാൻ വേണ്ടി 100 രൂപയുടെ കത്തിച്ച് 3 പേര് പോവാണ് കഴിച്ചത്. ഇതാണ് നമ്മുടെ മാലോം വ്യൂ പോയിന്റ് കേട്ടോ. റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണുന്നതാണ് മാലോം വ്യൂ പോയിന്റ്. കോളിച്ചാലിൽ നിന്നും നമ്മുടെ മാലോത്തേക്ക് ഒരു ഹൈവേ ഉണ്ട്, 18-ാം മൈൽ വഴി. ആ ഹൈവേ കയറി വന്ന് കഴിയുമ്പം ഏറ്റവും മാലോത്തെത്തുന്നതിന് മുമ്പ് നമുക്ക് മാലോം വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. അടിപൊളി ഒരു സ്പോട്ടാണ്. ഞാൻ പറയാം, റോഡ് പണിയൊക്കെ ഉണ്ടായ ആ ടൈമിൽ നല്ല ആളുണ്ടായിരുന്നു. ഇപ്പോൾ ആൾക്കാരൊന്നും അങ്ങനെ വരാറില്ല. ഇവിടെ നമ്മൾ ചന്ദ്രേട്ടൻ്റെ തട്ടുകടയുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ്, മലമുകളിലെ തട്ടുകട എന്നാണ് തട്ടുകടയുടെ പേര്. അപ്പം ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ചന്ദ്രേട്ടൻ്റെ തട്ടുകടയിലാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഒരു ചായയും കുടിച്ച് ഒരു പഴംപൊരിയൊക്കെ കഴിച്ച് ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് പോകും. നല്ല അടിപൊളി തട്ടുകട, നല്ല ആംബിയൻസ് ആട്ടോ ഇവിടെ ഇരുന്ന് ചായ കുടിക്കാനൊക്കെ. നമ്മളിപ്പോൾ റാണിപുരത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ റാണിപുരത്ത് ഈ ഫോറസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. റാണിപുരത്തേക്കുള്ള യാത്രയിൽ ഇതുപോലൊരു കാനന വ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണെന്ന് വെച്ചാൽ നമ്മളെ മരങ്ങളുടെ ഇടയ്ക്കൂടെ സൂര്യപ്രകാശം ഇങ്ങനെ ഇടയ്ക്ക് വരുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഒരു കുറച്ച് രാവിലെ വരണം. രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് നമ്മുടെ റാണിപുരം. കേരളത്തിലുള്ള ആൾക്കാരിൽ ആരെങ്കിലും ഒരാളെങ്കിലും നമ്മുടെ റാണിപുരം മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര മിസ്സിംഗ് ആയിരിക്കും. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ഗൈസ്. നമ്മൾ റാണിപുരത്തേക്ക് വരുമ്പം പനത്തടിയിൽ നിന്ന് മുകളിലേക്ക് കയറി വരുന്ന വഴി ഇതാണ് കണ്ടോ. അവിടെ നിന്ന് ഒരു സ്റ്റേറ്റ് ബസ് നിങ്ങൾക്ക് പോകുന്ന കാണാം. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ മുകളിലേക്ക് റാണിപുരം. ഇതാണ് റാണിപുരം പള്ളി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് കഴിഞ്ഞ് ഇതിലെയാണ് പാണത്തൂർ ഭാഗത്ത് നിന്ന് വരുന്ന വഴി. പാണത്തൂരിൽ നിന്ന് ഡയറക്റ്റ് കയറി വരുന്ന വഴി ഇതാണ്. അപ്പോൾ റാണിപുരത്തിൻ്റെ വ്യൂ ആസ്വദിക്കേണ്ട ആൾക്കാർ ജസ്റ്റ് റാണിപുരം മുകളിൽ കയറുന്നില്ല, മുകളിൽ കയറാനുള്ള ടൈമില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇതെൻ്റെ കൂടെ വന്ന ചെക്കനാണ്, അസിസ്റ്റൻ്റ് ചെക്കനാണ്. അത്യാവശ്യം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് എപ്പോഴും ഞാനങ്ങനെ വർക്ക് എടുക്കാറില്ല. വർക്ക് എടുക്കുന്ന സമയത്ത് സോബിനായിരിക്കും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുക. പിന്നെ ഇത് റിസോർട്ടാണ്. റിസോർട്ടുകൾ അവിടെയുണ്ട്, ഇവിടെ റിസോർട്ടുണ്ട്. നമ്മളിപ്പോൾ ഒലിവ് റിസോർട്ടിലാണ്. കൂടെയുള്ള പിള്ളേർ കണ്ട ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ ശരിക്കും ഫോട്ടോഷൂട്ടിന് വന്നതാണ്. അവർക്ക് വരല്ലത് കണ്ട കാണിച്ച് കൂട്ടുന്ന കണ്ട അടുത്ത വലിയ ഫോട്ടോഗ്രാഫർ ഗ്യാസ് നമ്മുടെ ചെക്കൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാ കണ്ട ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം നിൽക്കുകയാണ്. ഒന്ന് മാറി നിൽക്കുമായിരുന്നു. ഞങ്ങൾക്ക് ആ കൊച്ചിൻ്റെ ഫോട്ടോ എടുക്കായിരുന്നു. ഇവരാണ്. പിന്നെ എൻ്റെ അസിസ്റ്റന്റ് ക്യാമറാമാനാണത്. ഇത് മെയിനാണ്. യെസ് ഗായ്സ്, ആ ക്യാമറമാൻ സെറ്റ് ആയിരിക്കുകയാണ് ഗായ്സ്. സോറി, എൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ടോ ഗായ്സ്? ഇത് എൻ്റെ ഫോട്ടോ ആണ് ഇതിന് എടുക്കാൻ പോകുന്നത്. നമ്മുടെ റാണിപുരത്തെ റിസോർട്ടും കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ പിള്ളേരുടെ ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ സഹായിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്തു. ഞങ്ങളിവിടെ ഫോട്ടോഷൂട്ട് വന്നു. ഇവരെന്തിനു വന്നെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ കൂടെ ഉള്ളവരാ. ഇവര് വേറെ തന്നെ, വേറെ ഏതോ വൈബ്. മച്ചാ എന്നാ എന്നിട്ട് ഇവരുടേതായ രീതിയിലാണ് എടുത്തോണ്ടിരിക്കുന്നത്. എന്തിനാന്ന് ഇവർക്കറിയത്തില്ല, ഇവനും അറിയത്തില്ല. എന്തെല്ലാം കഷ്ടപ്പെട്ടാലും അമ്മേന്റെ അച്ഛൻ്റെ ചേട്ടായി ഉണ്ട്, എല്ലാരും ഉണ്ടല്ലോ. കുഞ്ഞ് ചിരിച്ചേ, കഷ്ടപ്പാട് ചേച്ചി ക്യാമറ നോക്കിയോ? ചേച്ചി കുറച്ചും കൂടെ എടുത്തിരിക്കോ? ചേച്ചി രണ്ട് മാക്കാൻ പോളൻ കുഞ്ഞല്ല പിടിച്ചേ. കുഞ്ഞേരല്ലേ കൊച്ചിന്റെ ഫോട്ടോ
കൊച്ചിന്റെ കുട്ടി ഗൈസ്, നമ്മളൊരു ഫോട്ടോഷൂട്ടിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ സാധാരണ അസിസ്റ്റൻസിനാണ് ഞാൻ കൊണ്ടുവരുന്നത്. ഇതുപോലെ വാനരന്മാരെ പോലെ പിള്ളേരുണ്ടാവും. ഹലോ ഗൈസ് നമ്മുടെ ചാനലിലുണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. ഓക്കെ, ചാനലിന്റെ പേരെന്നാ? അഗീസ് ബ്ലോഗ്സ്. അഗീസ് ബ്ലോഗ്സ്. യെസ് യെസ് അല്ല അഗീസ് ബ്ലോഗ്സ്. അഗീസ് ബ്ലോഗ്സ്. അഗീസ് അല്ല അഗീസ് ബ്ലോഗ്സ്. അഗീസ് ബ്ലോഗ്സ്. അഗീസ് ബ്ലോഗ്സ്. ബ്ലോഗ്സ്. ഈ ചേട്ടന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ മതി. ചേട്ടന്റെ യൂട്യൂബ് ചാനൽ എന്തേലും ഒന്ന് ചെയ്യ്. കേട്ടേക്ക് ചേട്ടന്മാർക്ക് 3 പേർക്ക് ഒരു ചലഞ്ച് കൊടുത്തേ. ചലഞ്ച് അങ്ങനെയാണോ? എന്തെങ്കിലും ചോദ്യം ചോദിക്കും ചേട്ടന്മാരോട്. സമ്മാനം തരാന്ന് പറ. ഒരു സമ്മാനം തരാം. ചോദ്യം ചോദിക്കും. സമ്മാനമൊക്കെ തരും. സർപ്രൈസ് ആന്ന് പറ. ചോദ്യം ചോദിക്കും. സർപ്രൈസാ. എന്തിനാ പറ? സർപ്രൈസ്. 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 എന്നിട്ട് ചോദ്യം എന്നാ? ചോദ്യം ചോദിക്കും. ചോദ്യം ചോദിക്കും. നിങ്ങൾക്ക് എന്താ ഇഷ്ടം? നിങ്ങൾക്ക് ഇഷ്ടം എനിക്കറിയാം. എന്നാ പറ. BMW ബൈക്കല്ലേ? ഏട്ടാ മോനെ സീൻ. അത് മതിയോ? നീ മേടിച്ചു തരുമോ? എല്ലാവർക്കും 3 ബൈക്ക്. എല്ലാവർക്കും 3 ഓക്കെ. സെറ്റല്ലേ? കൊച്ചിന് എത്ര ഉണ്ട്? പൈസ എത്ര ഉണ്ട്? അവന് എത്ര രൂപയാ? എനിക്കറിയില്ല. 10,000 രൂപയുണ്ട്. 100 എടുക്കണ്ട. 10,000. ചായ പിടിക്കാൻ 100 എടുക്കണ്ട. 10,000 100 ഉണ്ട്. 10,000 100 ഉണ്ട്. 10,100 ഉണ്ട്. പിന്നെ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. 3 പേരും. ഈ എടുത്തിട്ടാണ് മാസമ്പളം. ഒക്കെ എന്നോട് മാസമ്പളത്തിലാണ്. ഈ ചേട്ടന്മാരെ മൊത്തം ഉടായിപ്പല്ലേ? ഈ ചേട്ടന്മാരെ ആരെങ്കിലും മുമ്പ് കണ്ടിട്ടുണ്ടോ? ഈ ചേട്ടനെ ഈ ചേട്ടൻ ആരാ? മീശരെ ഗിൽറ്റോടി ഇരിക്കുന്നു. തട്ടിക്കട. എവിടുന്ന കണ്ടേ ചേട്ടനെ? കോളിച്ചാലല്ലേ? ഇത്രയും പൊക്കം കൂടി വേറെ ആള് കോളിച്ചാലുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ തോട്ടിയൊന്നും ഇല്ലാത്ത സമയല്ലേ മാങ്ങയെല്ലാം മറിക്കും. അപ്പൊ ഈ ചേട്ടനാ പോകാറ്. ഇവനെ കേട്ടി വിടും. ഇവനെങ്ങനെ പിടിച്ചിട്ട് ഈ കൈൻ്റെ അരിവായി. നീ ചേട്ടൻ കുളിക്കുന്നതല്ലോ ഒരു കപ്പ് വെള്ളത്തിലാണ്. അതെന്താ ഞാൻ മുങ്ങി കുളിക്കും? അല്ല ഇവന് വല്ല ഹൈറ്റ് ഒന്നും ഇല്ലല്ലോ. ഹൈറ്റ് ഇല്ലാത്തല്ലോ കപ്പിനകത്ത മുങ്ങി കുളിക്കുന്നത്. ടോമിന് അങ്ങനെയാണോ? ഞാൻ CCTV നോക്കാം. ആരാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ CCTV നോക്കും.